സെയിൽസ് ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. പല ബിസിനസ്സുകാരും പറയുന്നൊരു കാര്യമാണ്, പ്രോഡക്റ്റ് നല്ലതാണ്, ഞങ്ങളുടെ സർവീസ് അടിപൊളിയാണ്, സിസ്റ്റം സൂപ്പറാണ്, സോഫ്റ്റ്വെയർ ബെറ്ററാണ്, പക്ഷേ സെയിൽസ് ഇല്ല, സെയിൽ കൂടുന്നില്ല, കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങാൻ പറ്റുന്നില്ല. ഇനിയും സെയിൽസ് കൂടാത്തതിൻ്റെ പരാതിയും പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മേജർ റീസൺ എന്താണെന്നറിയും? നിങ്ങളുടെ സെയിൽസ് മെഷീൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. സെയിൽസ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് സെയിൽസ് കൂടുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞ് നടന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആദ്യം സെയിൽസ് മെഷീൻ്റെ കംപ്ലൈൻറ്റ് തീർക്കണം. സെയിൽസ് മെഷീനെ നിങ്ങൾ റിപ്പയർ ചെയ്യണം. ആ സെയിൽസ് മെഷീനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണൻ്റ് ആണ് നിങ്ങളുടെ സെയിൽസ് ടീം. സെയിൽസ് ടീമിന് ക്ലോസിംഗ് അറിയോ? ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള കഴിവുണ്ടോ? പ്രൊഡക്റ്റ് പ്രസൻറ്റേഷൻ നന്നായി നടത്താൻ അറിയോ? അതല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഫീൽഡിൽ പോയിട്ടോ അയാളുടെ ഓഫീസിൽ പോയിട്ടോ അയാളുടെ വീട്ടിൽ പോയിട്ടോ കാണേണ്ടതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമറുടെ പെയിൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, നീഡ് ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പേയ്മെൻറ്റ് വാങ്ങിച്ചെടുക്കേണ്ടത്. സെയിൽസ് ഒരു കലയാണ്, സെയിൽസ് ഒരു സയൻസുമാണ്. ഇത് രണ്ടും മനസ്സിലാക്കി പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സെയിൽസിൽ വിജയിക്കുകയുള്ളൂ. സെയിൽസ് നിങ്ങളുടെ ടീമിന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ ആ സെയിൽസ്മാൻ എന്ന് പറയുന്ന നിങ്ങളുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വരുന്ന മെയ് 11 കൊച്ചിയിൽ വെച്ച് നടക്കുന്ന കേരളത്തിലെ നമ്പർ 1 സെയിൽസ് പ്രോഗ്രാമായിട്ടുള്ള $1 മില്യൺ സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഞാൻ ഖസാക്ക് ബെഞ്ചാലി, കേരളത്തിലെ നമ്പർ 1 സെയിൽസ് കോച്ചാണ്.